ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള ഷംനാദിൻ്റെ തട്ടുകടയിലേക്കാണ് പോകുന്നത്. അവിടെ വെറൈറ്റി ദോശകൾ കിട്ടുമെന്ന് ഷംനാദ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ പറയുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെറൈറ്റി ദോശകളാണ് കിട്ടുന്നത് കേട്ടോ. പലതരത്തിലുള്ള ദോശകളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പൂജപ്പുര കൈറ്റ്സിന് നേരെ സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെ നല്ല വെറൈറ്റി ബോംബെ വട, ദോശ, പലതരത്തിലുള്ളതൊക്കെ കിട്ടും. അപ്പോൾ എല്ലാ ഫുഡും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. 9 മണിക്കായിരുന്നു ട്രെയിൻ. കൊല്ലത്തായിരുന്നു. ഇന്നലെ 2:30-3 മണിയായി നമ്മൾ വീട്ടിലെത്തിയപ്പം തന്നെ. രാത്രി 2:30-3 മണി. അപ്പം ട്രെയിൻ ലേറ്റ് ആയിരുന്നു. പിന്നെ ലേറ്റായ ട്രെയിനാണ് കിട്ടിയത്. 12:30-ക്കുള്ള ട്രെയിനായിരുന്നു കിട്ടിയത്. അതിന്റെ കൂടെ നല്ല റഷായിരുന്നു കേട്ടോ. ട്രെയിനകത്ത് നല്ല റഷ് എന്ന് പറഞ്ഞാലും പോരാ, ഇരിക്കാനും കാല് കുത്താനും പോലും സ്ഥലമില്ലാത്ത അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പൊ അതൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാര്യം അതിനകത്ത് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അതൊന്നും പിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ രാവിലെ എന്തായാലും കാറ് എടുത്തോണ്ട് പോവാന്ന് വെച്ചിട്ട്, മഴ ആയതുകൊണ്ട് അവിടെ കിടന്നെയാണ് കാറ് കേട്ടോ. കൊല്ലത്ത് വീട്ടിൽ കിടന്നായിരുന്നു കാറ്. അപ്പൊ എന്തായാലും മഴ ആയതുകൊണ്ട് ഇനി ട്രെയിനിലൊന്നും പോകുന്നില്ല. എന്തായാലും കാറിൽ അങ്ങ് പോവാന്ന് വിചാരിച്ചിട്ട് രാവിലെ ഏതാണ്ട് 7:30 ആയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി കേട്ടോ. എന്റെ കോലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാര്യം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ബ്രഷും ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇനി ഷോപ്പിലൊക്കെ പോകണ്ടോണ്ട് ഞാൻ നേരത്തെ ഇങ്ങ് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ കുമ്പളം എത്തിയിട്ടുണ്ട്. കുമ്പളം റോഡ് എത്തിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് പറഞ്ഞാലും നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പൊ ഇച്ചിരി തോന്നിക്കുകയാണ്. അപ്പൊ ഞാന് വീട്ടിലോട്ട് കുറച്ച് നല്ല ദൂരം ഉണ്ട് കേട്ടോ. ശാസ്താംകോട്ടയാ പോണ്ടത്. അങ്ങനെ നമ്മുടെ കല്ലട എത്തിയിട്ടുണ്ട് കേട്ടോ. കല്ലട പാലം എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട് പോകാന്. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞ. പക്ഷേ ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ. പക്ഷെ എനിക്കിപ്പം വിശക്കുന്നു കേട്ടോ. എല്ലാം ഉണ്ടാക്കി വെച്ചതാ. എന്നിട്ട് രാവിലെ കഴിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാതെ വന്നിട്ട് ഇപ്പൊ എനിക്ക് നല്ല വിശക്കുന്നു. എന്താ പറയാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നേരെ ഞാൻ ബ്രഷ് ചെയ്യാനാണ് പോയത്. കൊല്ലത്ത് വെച്ച് ബ്രഷ് ചെയ്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു തൃപ്തി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് നേരെ കിച്ചണിലോട്ടാണ് വന്നത്. കിച്ചണിൽ വന്നിട്ട് നേരെ ഞാൻ വാങ്ങിച്ചു വെച്ച മാങ്ങയാണ് എടുത്തത്. മാങ്ങ അച്ചാറിടാനായിട്ട് എടുത്തതാണ്. പക്ഷേ നോക്കിയപ്പോൾ ഉണ്ട് നല്ല പഴുത്തിരിക്കുന്നു. 3-4 ദിവസമായി അച്ചാറിന് മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ടൈം കിട്ടാഞ്ഞുകൊണ്ട് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല പഴുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല വഴക്ക് കേൾക്കാം കേട്ടോ. അവൻ അപ്പോഴേ പറഞ്ഞതാ, മാങ്ങ അച്ചാറിടാനാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ വാങ്ങിക്കേണ്ടെന്ന്. എന്തായാലും ഞാൻ അച്ചാറിടാൻ തന്നെ തീരുമാനിച്ചു. ഇത് കുറച്ച് അരിഞ്ഞ് നമുക്ക് അച്ചാറിടാം. പിന്നെ ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ചിലതൊക്കെ ചെറിയ കേടുപോലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തങ്ങ് മാറ്റി. അങ്ങനെ മാങ്ങയെല്ലാം അരിഞ്ഞ് സെറ്റാക്കി അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി 2-3 സ്പൂൺ ഇട്ടിട്ട്, മഞ്ഞപ്പൊടിയും ഇട്ട്, ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് രാവിലെ അച്ചാറിട്ടുകൊണ്ട് നിൽക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ്. അച്ചാർ ഇട്ടുകൊണ്ട് നിന്നാൽ എൻ്റെ സമയം ഫുള്ള് പോകും. പിന്നെ എനിക്ക് ഷോപ്പിലേക്ക് പോകാൻ ലേറ്റാവും. അല്ലെങ്കിൽ തന്നെ ഞാൻ ലേറ്റായിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നും ലേറ്റായിട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ മാങ്ങ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്തിട്ട് ഷോപ്പിൽ നിന്ന് വന്നിട്ട് മാത്രം അച്ചാറിടാം. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം, ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നല്ല വായിന്ന് വെള്ളം ഊറുന്നുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് നോക്കി ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് പാത്രത്തിലെടുത്ത് അത് കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ചെറിയൊരു മധുരവും തൊലിയുടെ കട്ടി എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കോവയ്ക്കൊക്കെ എടുത്തൊന്ന് അരിയാൻ തുടങ്ങി. കോവയ്ക്ക ഇവിടെ ആകെ കഴിക്കുന്നത് എൻ്റെ ഇളയ മോൻ മാത്രമാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക, വെണ്ടയ്ക്ക, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അവന് ഈ പച്ചക്കറിയൊക്കെ മസ്റ്റാണ് കേട്ടോ ഫുഡിൻ്റെ കൂടെ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കപ്പ എങ്ങനത്തെ ഉള്ളതാണെന്നൊന്നും എനിക്കറിയത്തില്ല. വേവുമോ വേവത്തില്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം
കഴിഞ്ഞ ആഴ്ച കുറച്ച് കപ്പ വാങ്ങിച്ചിട്ട് ഒട്ടും കൊള്ളില്ലായിരുന്നു. അത് വേവുന്നേ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനത്തെയാണോന്നൊന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൾ കറക്റ്റായിട്ട് കപ്പ കണ്ടു കഴിഞ്ഞാൽ പറയും വേവുന്നതാണോ വേവാത്തയാണോന്ന്. അവൾ ഇടുക്കിക്കാരിയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കപ്പയും മാങ്ങയും കോവയ്ക്കൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ട് നേരെ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ കോവയ്ക്ക വാട്ടാനായിട്ടിടാം നമുക്ക്. ഇതിനിടയ്ക്ക് ഞാൻ ചോറൊക്കെ വെക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ എന്നും കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് ഞാൻ കാണിക്കാഞ്ഞത്. അത് ഷൂട്ട് ചെയ്യാൻ അതുകൊണ്ടാണ്. അങ്ങനെ ദേ കോവയ്ക്കൊക്കെ ഇട്ട് അടുപ്പിട്ട് ഞാൻ വാട്ടാനായിട്ട് ഭാവിച്ചു. ഇത് കോവയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് വേറൊരു ഗുണവും കൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, വണ്ണം കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കപ്പ വേവിച്ചു. കപ്പ നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. സൂപ്പർ കപ്പ, നല്ല വെന്ത് നല്ല എന്താ പറയുന്ന നല്ല ഉടഞ്ഞ പരുവത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉടഞ്ഞ കപ്പ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കപ്പ കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് തന്നെ ചോറും കറിയും വേവുന്നതിന് മുമ്പ് രാവിലെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ റെഡിയായി പെട്ടെന്ന് തന്നെ. കാര്യം എനിക്ക് ഷോപ്പിൽ പോകാനുള്ള സമയമായി. ബാക്കിയെല്ലാം ഞാൻ കിച്ചണിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഒരുങ്ങാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തേക്കുന്നത് മോയ്സ്ചറൈസറാണ്. എൻ്റെ മോയ്സ്ചറൈസർ കഴിയാറായി. ഇതൊക്കെ കഴിയാറാവുമ്പോൾ എനിക്കൊരു ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അടുത്ത കാശ് ചിലവാക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.